നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴയൊരു ടാങ്കിനകത്ത് MST ചിത്രലാട തിലോപ്പിയെ വളർത്താനുള്ള ഒരു ചെറിയ പരിപാടിയാണ്. ഒരു പഴയ ടാങ്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് MST ചിത്രലാട തിലോപ്പിയെ മേടിച്ചിട്ടുണ്ട്. 30 എണ്ണത്തെ നമ്മൾ താൽക്കാലികമായി ഈ ടാങ്കിനകത്ത് ഇട്ട് വളർത്താനുള്ളൊരു ചെറിയ സെറ്റപ്പ് നോക്കുകയാണ്. അപ്പോൾ പഴയ ഒരു വാട്ടർ ടാങ്ക് ഇതെല്ലാം ലീക്കെല്ലാം മാറ്റി എടുത്തു വച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. MST എന്ന് പറയുമ്പം മോണോ സെക്സ് തിലോപ്പിയ ആണ്. MST തിലോപ്പിയ അതിന് വളർച്ച കൂടുതലായിരിക്കും. ബ്രീഡിങ് നടക്കാത്ത കാരണം വളർച്ച കൂടുതലായിരിക്കും. അപ്പം നമുക്ക് അതിനെ കുഞ്ഞുങ്ങളെ അതിനകത്ത് നിക്ഷേപിച്ച് വളർച്ച കൂട്ടി നമുക്ക് വിളവെടുക്കുകയാണ്. അപ്പം കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് മത്സ്യങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റും. ബ്രീഡിങ് നടക്കാത്തിടത്തോളം അവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും. അതാണ് MSTയുടെ ഇത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ചിത്രലാടയാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളത്. ചിത്രലാട തിലോപ്പിയയാണ്. ഗിഫ്റ്റിൻ്റെ കൂട്ട് തന്നെ വളർച്ചയുള്ള ഇതാണ്. അപ്പം കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് അതിനെ നമുക്ക് എയറേഷനൊക്കെ കൊടുത്ത് കാര്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. വിഷരഹിത മത്സ്യത്തെ നമുക്ക് കഴിക്കാൻ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിതിനകത്ത് ഇതെല്ലാം കഴുകി പൊട്ടിച്ച് ലീക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള ഇത് കളയാതെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് പരിമിതമായ ചുറ്റുപാടിൽ നമുക്ക് മീനെ വളർത്തിയെടുക്കാം. അപ്പം മിക്കവാറും ഇതങ്ങ് കളയുകയാണ്, ഡിസ്പോസ് ചെയ്യുകയാണ് എല്ലാവരും. അതിന് പകരമായിട്ട് നമുക്കിത് ഒന്ന് സെറ്റപ്പ് ചെയ്ത് ഇതുകൂട്ടുള്ള ടാങ്കുകളിൽ നമുക്ക് കുറച്ച് മീനുകളെ വളർത്തിയെടുക്കാം. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് വെള്ളം ഒന്ന് നിറച്ചെടുക്കാം. വെള്ളം തന്നെ ഇതിനകത്ത് അടിച്ച് ഒന്ന് നിറച്ചെടുക്കാം. ഈ ഒരു ലെവൽ മതി. ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് നെറ്റ് ഒക്കെ ഇട്ടൊന്ന് സെറ്റപ്പ് ചെയ്യാം. ഇതിപ്പം പഴയ ഒരു ടാങ്കായിരുന്നു, അതൊന്ന് മാറ്റി വെച്ചിരുന്ന ടാങ്ക്. ഇത് MCയിലെല്ലാം വെച്ചൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ലീക്കേജ് ഉള്ളത് മണ്ടവശം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതുകൊണ്ടുള്ള ടാങ്കുകളിൽ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മീനുകളെ വളർത്തിയെടുക്കാം. ഇതിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. നമുക്ക് pH അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് നമ്മുടെ പ്രശ്നം വരികയാണെങ്കിൽ പരിഹാരമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബദാമിൻ്റെ ഇല, പഴുത്ത ഇല ഇതിനകത്തിട്ട് നമുക്ക് pH നിയന്ത്രിക്കാം. ഇല്ലെങ്കിൽ കുറച്ച് കുമ്മായം അങ്ങനെ ഇടാം. pH നമുക്ക് നിയന്ത്രിച്ചെടുക്കാം. ടെമ്പറേച്ചർ നമ്മുടെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി നമ്മുടെ ഈ ടാങ്കിലെ വെള്ളത്തിലേക്ക് കുറച്ച് നേരത്തേക്ക് ഇതിനെ ഒന്ന് ഇറക്കി വയ്ക്കണം. ഇറക്കി വെച്ച ശേഷം നമ്മൾ ഈ വെള്ളം, ഈ കവറിലെ വെള്ളം ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തത്. കാരണം ഫംഗസ്, ഡിസീസ് എന്തെങ്കിലും അവരുടെ ഇതിലുണ്ടെങ്കിൽ അത് നമ്മുടെ വെള്ളത്തിലോട്ടാകും. അത് കാരണം നമ്മളിത് സെപ്പറേറ്റ് ഒരു വെള്ളത്തിനകത്തിട്ട ശേഷമേ നമ്മുടെ ടാങ്കിലെ വെള്ളത്തിലേക്ക്, നമ്മുടെ ഈ ടാങ്കിലെ വെള്ളം തന്നെ ഒരു പാത്രത്തിനകത്ത് പിടിച്ചിട്ട് അതിനകത്താണ് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് തിരിച്ച് ടാങ്കിലേക്ക് നിക്ഷേപിക്കുന്നത്. ഇതൊന്ന് ടെമ്പറേച്ചറൊന്ന് സെറ്റായി വരണം. ടാങ്കിലെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇച്ചിരി ഉപ്പും ചേർത്ത് നമ്മുടെ കുറച്ച് പറളുപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടാങ്കിലെ വെള്ളത്തിലേക്ക് ഇച്ചിരി പറളുപ്പ് ഇട്ടതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിനകത്തുനിന്ന് ഇറക്കി വയ്ക്കാം. കാരണം എന്തെങ്കിലും ഫംഗൽ ഇതുണ്ടെങ്കിൽ അതങ്ങ് മാറാൻ വേണ്ടി കുറച്ച് ഉപ്പ് അതിനകത്ത് ഇട്ടൊന്ന് സെറ്റാക്കുക. ഒരു കാരണവശാലും നമ്മൾ ഫാമിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന വെള്ളം നമ്മുടെ ടാങ്കിലെ വെള്ളവുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ആ ടാങ്കിലെ വെള്ളം ഇതിനെ ഒന്ന് നമ്മുടെ ഹീറ്റ് ടെമ്പറേച്ചറുമായിട്ടൊന്ന് സെറ്റാക്കിയ ശേഷം ഇങ്ങനെ നമ്മുടെ ടാങ്കിലെ വെള്ളത്തിലേക്ക് കുഞ്ഞുങ്ങളെ ഇട്ട് നമുക്ക് ടാങ്കിൽ നിക്ഷേപിക്കാം.
ഈ സൈസുള്ള ചിത്രലാട തിലോപ്പിയാണ് നമുക്ക് ലഭിച്ചേക്കുന്നത്. ഇത് പീസിന് 8 രൂപയാണ്. ഇതിനകത്തോട്ട് മാറ്റാം. സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ടാങ്കിലേക്ക് നിക്ഷേപിക്കാം. നമ്മുടെ ടാങ്കിലേക്ക് നമ്മുടെ കുട്ടിസംഘങ്ങളെല്ലാം ഉണ്ട്. ഇവർക്കാണ് ഇത് നോക്കാനുള്ള ചുമതല. ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ഈ സ്പേസ് ഏരിയ കുറവുള്ളതായതുകൊണ്ട് ഓക്സിജൻ്റെ കണ്ടൻറ്റിൻ്റെ കുറവ് വരും. അങ്ങനെ മീന് പ്രശ്നം വരുന്നതുകൊണ്ട് ആഴ്ചയിൽ 2 വട്ടം നമ്മൾ ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ എയറേറ്റർ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ അത് കാണിച്ചു തരാം. എയറേറ്ററും കൊടുക്കുക. കുറച്ച് കുഞ്ഞൊരു എയറേറ്ററാണ്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ആഴ്ചയിൽ 2 വട്ടം ഇതിൻ്റെ മീനിൻ്റെ ഓക്സിജൻ്റെ കുറവ് കാരണം മീൻ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ ആഴ്ചയിൽ 2 വട്ടം ഇതിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നിർബന്ധമായിട്ടും ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കുറഞ്ഞ സ്പേസ് കൃഷി ചെയ്യുമ്പോൾ ആഴ്ചയിൽ 2 വട്ടം നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ടാങ്കിലേക്ക് മാറ്റാം. ടാങ്കിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ശരിക്കുള്ള പിടക്കുന്ന മീന് രണ്ടെണ്ണം ചാടിപ്പോയി. ചടിച്ചു വെക്കോ ശര ചടിച്ചാ വെള്ളം അതിനകത്ത് ഒന്നുകൂടിയും ചാടുന്നതാണ് ഈ മീൻ. ചാട് തോട്ട് വരുന്നു അച്ഛൻ ചാടാൻ ഇതാണ് ഇതിൻ്റെ ചിത്രലാടെ അറിയുന്നത്. ഇതിൻ്റെ വാലിൻ്റെ പുറവശത്തായിട്ട് ഒരു ചുമന്ന കളറ് നമുക്ക് കാണാൻ കഴിയും. ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലായിട്ടുള്ളതാണ്. നമുക്കൊരു 6 മാസം കൊണ്ടൊരു 650 ഗ്രാം വരെ തൂക്കം കിട്ടും. ഇതോട്ടുള്ള പരലുപ്പ് നമ്മുടെ അയഡിൻ ചേർക്കാത്ത പരലുപ്പാണ് ചേർക്കേണ്ട. കടകളിൽ നിൽക്കുന്ന പരലുപ്പ് അയഡിൻ കലരാത്ത ഉപ്പ് വേണം ഇട്ട് കൊടുക്കാൻ. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. കുറഞ്ഞ സ്പേസിൽ നമ്മൾ മീനെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് എയറേറ്റർ ഒന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് ഇതിനകത്തൊരു ഫിൽറ്റർ സെറ്റ് ചെയ്യുകയാണ്. 2 ട്യൂബ്
എയറേറ്റർ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ എയറേറ്റർ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. എയറേറ്റർ നമുക്കൊന്ന് ഓൺ ചെയ്ത് ഇവിടെ എയർ സർക്കുലേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ 2 ടാങ്കിലേക്ക് 2 എണ്ണമായിട്ടൊന്ന് കൊടുത്തേക്കുക. ഈ ഒരു ടാങ്കിലേക്ക് കൊണ്ട് നമ്മുടെ ചിത്രത്തിൽ അടക്കി കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് ഇവിടെ ഷേപ്പ് എയറേറ്റർ എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള വളർച്ചാ വിശേഷങ്ങളെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ചെറിയ ടാങ്ക് ആകുമ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. അത് നിർബന്ധമായിട്ടും. ഇല്ലെങ്കിൽ ആ ഓക്സിജൻ്റെ പ്രശ്നം കാരണം മീൻ ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മഴവെള്ളം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. മഴവെള്ളം വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ pH ലെവൽ കുറയും. 4 പോയിൻറ്റ് സംതിങ് മഴവെള്ളത്തിൻ്റെ ഇത്. നമുക്ക് വേണ്ടത് 6 to 7 അതിൻ്റെ ഇടയിലുള്ള pH നിർബന്ധമായിട്ട് മീന് വേണം. മഴവെള്ളം ഒരു പ്രശ്നകാരിയാണ്. മഴവെള്ളം വീഴാതിരിക്കാനുള്ള സെറ്റപ്പ് നമുക്ക് അവിടെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ മീനിൻ്റെ മണ്ടയ്ക്കൊന്ന് നെറ്റിട്ട് കവർ ചെയ്യണം. നമുക്ക് മഴവെള്ളം വീഴാതിരിക്കാനുള്ള സംവിധാനവും ചെയ്യണം. അപ്പോൾ ഇതാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെച്ച ചെറിയൊരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മളെ ഒന്ന് കട്ട സപ്പോർട്ട് നിങ്ങളുടെ ആവശ്യമാണ്. തുടർന്നും നല്ല നല്ല വീഡിയോകൾ ഉടൻ തന്നെ വരുന്നതാണ്. വലിയ പഠിതാക്കുളം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുചേരാം. അപ്പം പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും തൊട്ടടുത്ത ആ ബെല്ലൈക്കൺ അമർത്തുക. അപ്പം ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.